പൊടി വറുത്തരച്ച് ചിക്കൻ കറി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കണേന്ന് നോക്കാം കേട്ടോ. ആവശ്യമായിട്ടുള്ള ചിക്കൻ നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വേണ്ടത് സവാള, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, പിന്നെ വെളുത്തുള്ളിയാണ് വേണ്ടത്. ഇതെല്ലാം നമ്മൾ അരിഞ്ഞ് മാറ്റി വൃത്തിയാക്കി വയ്ക്കുക. പൊടികളായിട്ടുള്ള നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, അതുപോലെ തന്നെ മീറ്റ് മസാല, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് വെളിച്ചെണ്ണയിലോട്ടിട്ട് നന്നായിട്ട് വറുത്ത് മാറ്റി വയ്ക്കുക കേട്ടോ. വെളിച്ചെണ്ണയിൽ ഈ പൊടികളെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുത്ത് കഴിയുമ്പോഴാണ് നമുക്ക് നല്ല ഒരു പൊടി വറുത്തരയ്ക്കാനുള്ള ആ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടണത്. പൊടി വറുത്ത് നമ്മൾ റെഡിയാക്കി കഴിയുമ്പോഴേക്കും അതിലോട്ട് നമ്മൾ കഴുകി വെച്ചേക്കണ ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ ഇട്ട് നന്നായിട്ട് ഇളക്കി ചിക്കന് മേലെ ആ മസാല എല്ലാം നന്നായിട്ട് പിടിപ്പിച്ച് മാറ്റി വയ്ക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കുമ്പോഴാണ് നമ്മുടെ ആ ഗ്രേവി നമ്മൾ വറുത്ത് എടുത്ത് വെച്ച പൊടി ഉണ്ടല്ലോ, ആ പൊടി ചിക്കനിലോട്ട് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അത് കഴിയുമ്പോഴേക്കും ചിക്കനിന് വെള്ളം വരാനായിട്ട് നമ്മൾ മാറ്റി വയ്ക്കണം കുറച്ച് നേരം. അത് കഴിയുമ്പോഴേക്കും അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ പൊടിയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനിയും കുറച്ചും കൂടി ചേർക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ആ ഉരുളി മാറ്റി വെച്ചിട്ട് ചിക്കൻ്റെ ഉരുളി മാറ്റി വെച്ചിട്ട് വേറൊരു ഉരുളി എടുക്കുക. അതിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ നമ്മുടെ കറിവേപ്പിലയില്ലേ അതും കൂടി കുറച്ച് ഇട്ട് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചേക്കണം പച്ചമുളക്, ഇഞ്ചി, സവാള, ഇത് വെളുത്തുള്ളി ഇതെല്ലാം കൂടി വെളിച്ചെണ്ണയിൽ വഴട്ടിയെടുക്കുക കേട്ടോ. അപ്പുറത്തെ പാത്രത്തിൽ ചിക്കൻ ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ വേറൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ വന്നത്. സവാളയും കൂടി എല്ലാം കൂടി ഇട്ടൊന്ന് വഴട്ടി ഒരു ഇതായി കഴിയുമ്പോഴേക്കും നമ്മൾ അതിലോട്ട് തക്കാളിയും കൂടി ഇടുകയാണ് കേട്ടോ. തക്കാളിയും ഇട്ട് നന്നായിട്ട് വഴട്ടി ഒരുവിധമായി കഴിയുമ്പോഴേക്കും നമ്മൾ ആ ചിക്കനെല്ലാം കൂടി ഈ വഴട്ടി വെച്ച സവാള ആ ഒരു മിക്സിലോട്ട് ചിക്കനും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി തിളയ്ക്കാനായിട്ട് വയ്ക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി തീ നന്നായിട്ട് വെച്ച് കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം വരും. അല്ലാണ്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. അങ്ങനെ റെഡിയായി കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ വറുത്തരച്ച് വെച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.